വെസ്റ്റ് സൈഡിൽ സെയിൽ തുടങ്ങി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും ക്യൂ അങ്ങ് അറ്റം വരെ എത്തി. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിത് വെസ്റ്റ് സൈഡിൽ സെയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ അജ്മൽ ബിസ്മിയുടെയൊക്കെ നേരെ ഓപ്പോസിറ്റുള്ള കളമശ്ശേരിയിലുള്ള വെസ്റ്റ് സൈഡാണ്. അവിടെ BMW ഷോറൂമാണ്, മിനിയുടെ ഷോറൂം അപ്പുറത്ത് നമ്മുടെ നിപ്പോൺ ടൊയോട്ടയൊക്കെ ഉണ്ടാ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത് ടാറ്റയുടെ തന്നെയാണ് വെസ്റ്റ് സൈഡ് സ്റ്റുഡിയോ ഒക്കെ. ഇവരുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഇപ്പോൾ സെയിലുണ്ട്. അത് എറണാകുളം മാത്രമല്ല, കേരളം മാത്രമല്ല, ഇന്ത്യ എല്ലായിടത്തും സെയിലാണ്. അകത്തേക്ക് കയറിയത് ഞാൻ ഞെട്ടി. അന്യായ വലിപ്പമുള്ളൊരു ഷോറൂം. ഇത്രയും വലിയൊരു വെസ്റ്റ് സൈഡ് ഞാൻ ഇവിടെ ഇന്ത്യയിൽ വേറെ എങ്ങും കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എറണാകുളത്തുള്ളതിൽ ഏറ്റവും വലിയ വെസ്റ്റ് സൈഡ് ഇത് തന്നെയാണ്. കാരണം അത്രയധികം കളക്ഷൻ ഉണ്ടായിരുന്നു, മെന്ന് വിമന് കിഡ്സ് എല്ലാവർക്കും. സുഡിയോയും വെസ്റ്റ് സൈഡും ടാറ്റയുടെ ആണെങ്കിലും എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, സുഡിയോയിൽ കുറച്ചും കൂടി കാഷ്വൽ വെയർസും കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലോത്ത്സും, വെസ്റ്റ് സൈഡിൽ കുറച്ചും കൂടി ക്ലാസി ആയിട്ടുള്ള കുറച്ച് പ്രീമിയം ആയിട്ടുള്ള തുണികളുമാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു കപ്പലിലെ വലിപ്പമുള്ള ഈ ഷോറൂം അറ്റത്തേക്ക് നടന്നെത്തിയപ്പോഴേക്കും അവിടുത്തെ ക്യൂ കൊണ്ട് എൻ്റെ തല ഇറങ്ങി. അമ്മാതിരി വലിയ ക്യൂ. പിന്നെ ഞാൻ നടന്ന് ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കി. ഓഫർ ഇല്ലാത്ത ഐറ്റംസ് വളരെ കുറവായിരുന്നു. മിക്കതിനും ഓഫർ ഉണ്ടായിരുന്നു. മോസ്റ്റ് ഐറ്റംസും 999 താഴെയായിരുന്നു. സ്റ്റുഡിയോയിൽ 599 ബിലോ സെയിലാണെങ്കിൽ ഇവിടെ 999 ബിലോ സെയിലാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും ഒന്ന് നടന്ന് കാണാൻ തുടങ്ങി. ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ. കുർത്തീസ് ആയിക്കോട്ടെ, എത്തനിക് വെയർസ് ആയിക്കോട്ടെ, പാൻസ് ആയിക്കോട്ടെ, ടോപ്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും എല്ലാ സൈസസും അവൈലബിൾ ആണ്. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ച കാര്യം, മിക്ക തുണികളും കോട്ടൺ ആണ്. പ്യുവർ കോട്ടൺ, മിക്സ് കോട്ടൺ, മോസ്റ്റ്ലി കോട്ടൺ ആണ് ഇവിടെയുള്ള എല്ലാ തുണികളും. ഇവിടെ വരുന്ന ക്രൗഡും അങ്ങനെ ഒരു ലോക്കൽ ക്രൗഡ് അല്ല. ഭൂരിഭാഗം പേരും ഫാഷനോട് താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ അത്യാവശ്യം എലഗൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങിനോട് താല്പര്യമുള്ള ആൾക്കാരാണ്. എന്നെപ്പോലെ അൽക്കുലത്ത് ടൈപ്പ് ഡ്രസ്സുകൾ തപ്പി വരുന്ന ആൾക്കാർ ഇവിടെ കുറവാണ്. ഈവൻ ഇവിടെ വന്നിരിക്കുന്നവർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് കണ്ടാലും നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ കാണുന്ന കുറച്ച് പ്രീമിയം ഡ്രസ്സസ് മാത്രമേ 1499 199 ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം 999 താഴെയായിരുന്നു. ഈ കാണുന്ന ഐറ്റംസിന് ഈ വില വരാൻ കാരണം ചിലതൊക്കെ പ്യുവർ കോട്ടണും, ചിലത് സിൽക്കും, ചിലത് ജോർജറ്റും, അങ്ങനെ കുറേ മൊഡാൽ സിൽക്ക്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ റേറ്റ് ഒക്കെ വന്നിരിക്കുന്നത്. ഈ കാണുന്ന കുറച്ച് പ്രീമിയം ക്ലോത്ത്സിനാണ് ആകെ ഓഫർ ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും ഓഫർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാനെ കണ്ടു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഓഫർ എവിടെയെന്നല്ലേ, ഇതാ പിടിച്ചോ. ഇങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ 499 കുറേ അവിടെ കിടപ്പുണ്ട്. നല്ല ക്വാളിറ്റി ഷർട്ട്സ് ആയിരുന്നു കേട്ടോ. എലഗൻ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണെന്ന് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. പക്ഷേ ഇതെൻ്റെ കപ്പ് ഓഫ് ചായയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയ ഡ്രസ്സുകൾ ഇവിടെ വളരെ ചുരുക്കം ഞാൻ കണ്ടുള്ളൂ. ഇവിടെ ഞാൻ കൂടുതലും കണ്ടത് ബ്ലാക്ക്, വൈറ്റ്, പേസ്റ്റൽ കളേഴ്സ്, ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ്. എനിക്ക് സോൾഡ് സ്റ്റോർ, വേവക്കൂഫിലൊക്കെ കിട്ടുന്ന പോലത്തെ, സ്റ്റുഡിയോയിലൊക്കെ കിട്ടുന്ന പോലത്തെ അൽക്കുലത്തെ ടൈപ്പ് നല്ല പെപ്പി കളേഴ്സിലുള്ള ഡ്രസ്സുകളാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു. ഈ മാളിലൊക്കെ ചെന്നിട്ട് നമ്മളിങ്ങനെ ചുമ്മാ വിൻഡോ ഷോപ്പ് ചെയ്യില്ല, ആ അവസ്ഥയായിരുന്നു എൻ്റെ. ഇതായിരുന്നു മെൻസ് ഇന്നർ വെയർ സെക്ഷൻ. അപ്പോൾ ഇതായിരുന്നു മെൻസ് ഫുഡ് വെയർ സെക്ഷൻ. അവിടെ ഫോർമൽ, കാഷ്വൽ വെയർസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ടേസ്റ്റിന് പറ്റിയുള്ള ഒരു ഫുഡ് വെയർസും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ ഭയങ്കര പെപ്പി കളേഴ്സും അത്രയും അൽക്കുലത്ത് സാധനങ്ങളൊക്കെയാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ കണ്ടില്ല. കണ്ട സാധനങ്ങൾക്കൊക്കെ പക്ഷേ ക്വാളിറ്റി തോന്നിച്ചു. കിഡ്സ് സെക്ഷനിലേക്ക് വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെ. കുറച്ച് എൻ്റെ കണ്ണിൽ പിടിക്കുന്ന ടൈപ്പ് കളേഴ്സ് ആകെ ഒരേ ഒരു സെക്ഷനിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബാക്കി എല്ലാം ഈ പേസ്റ്റൽ കളേഴ്സ് ആയിരുന്നു. കൂടുതൽ ഈ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡൾ കളേഴ്സ്, കുറച്ച് പെപ്പി ആയിട്ടുള്ള എറിച്ച് നിൽക്കുന്ന കളേഴ്സിൻ്റെ ഒരു സെക്ഷൻ ആകെ കണ്ടത് ഈ കാണുന്നത് മാത്രമാണ്. ബാക്കി എല്ലാം ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കാണുന്ന ക്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ടൈപ്പ് കളേഴ്സും ഡ്രസ്സുകളും താല്പര്യമുള്ള ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് ഇത്ര അധികം ക്യൂവിൽ അവിടെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. ഇനിയുണ്ട് നിങ്ങൾ എനിക്ക് കാണിച്ചു തരാം. 499 ജീൻസ് ഉണ്ടായിരുന്നു പിള്ളേരുടെ. പിന്നെ കുറച്ച് ജാക്കറ്റ്സ് കണ്ടു. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം പ്ലെയിൻ ആണെങ്കിൽ പോലും കൊള്ളായിരുന്നു കാണാൻ. പിന്നെ പോളോ ടീഷർട്ട്സ് കണ്ട്, ഇതുപോലെയുള്ള ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ് ഒക്കെ ആയിട്ട് കുറേ ഐറ്റംസ് 499 ഉണ്ട്. പിന്നെ ഈ പുറകെ കാണുന്നതിനൊന്നും ഓഫർ ഇല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സെക്ഷനായിരുന്നു ഈ കാണുന്നത്. അതിനകത്ത് ഒരെണ്ണം പോലും ഓഫറിലുണ്ടായിരുന്നില്ല. വീണ്ടും കുറേ പോളോ ടീഷർട്ട്സ് കണ്ട് പിള്ളേരുടെ. അതിനുശേഷം ഞാൻ നോക്കിയപ്പോഴേക്കും ക്യൂവിൻ്റെ അവസ്ഥ ഈ ഷോറൂമിൻ്റെ നീളത്തിൻ്റെ അത്രയും ക്യൂ. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ, വെസ്റ്റ് സൈഡിന് ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും ക്യൂ നിൽക്കുന്നത്. 499 വീണ്ടും കുറേ ഷർട്ട്സ് കണ്ടു, പിന്നെ ഷോർട്ട്സ് കണ്ടു, ജീൻസ് കണ്ടു, ജഗ്ഗിൻസ് കണ്ടു. ഈ 499 പുറകെ 199 ടീഷർട്ട്സ് കിടക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല തിരക്ക് കാരണം. ഇപ്പുറത്തെ വേറെ ഓരോ 499 ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ലോവേഴ്സ് 399 299 വേറെ ഉണ്ടായിരുന്നു. അവിടെ 199 കണ്ട ടീഷർട്ട്സ് നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഏരിയയിൽ ഭയങ്കര തിരക്കാരണം എനിക്ക് അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വെസ്റ്റ് സൈഡിൽ എന്തായാലും കിഡ്സ് സെക്ഷനിൽ ബോയ്സും ഗേൾസിനും ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. 199 ഗേൾസിൻ്റെ ടീഷർട്ടാണിത്.
499 കുറേ ഫുൾ സ്ലീവും ഹാഫ് സ്ലീവും സ്ലീവ്ലെസ് ടോപ്സും പാൻസൊക്കെ കണ്ടു. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ കാണുന്ന കോസ്മെറ്റിക് സെക്ഷനിലും കുറച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ബാഗ്സ് ഉണ്ടായിരുന്നു ഓഫേഴ്സിൽ, പിന്നെ ഇന്നവേഴ്സ് ഉണ്ട് ഓഫേഴ്സിൽ. ഫുഡ് വെയർസ് ഒക്കെ നാട്ടുകാർ മൊത്തം കുഴച്ച് മറിച്ച് നാശമൊക്കെ ഇട്ടേക്കണായിരുന്നു. ഇത് കുറച്ച് ഓഫറിൽ കിടക്കുന്ന ബാഗുകളാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ പെർഫ്യൂംസും ബോഡി മിസ്റ്റൊക്കെ ഓഫറിൽ കിടപ്പുണ്ടായിരുന്നു. എല്ലാവരും സാമ്പിൾ എടുത്തിട്ട് അറഞ്ചും പുറഞ്ചും അടിച്ച് അവസാനം ഒരു അത്രകടയിൽ നിന്ന് ഇറങ്ങിയ അവസ്ഥയായിരുന്നു. എന്തായാലും ഇത് നല്ല വാല്യൂ ഫോർ മണി ഓഫറാണെന്ന് ഞാൻ പറയും. ഫുഡ് വെയർസ് കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഈ കാണുന്ന റെഡ് സ്നീക്കറാണ് കേട്ടോ, കോൺവേഴ്സ് ഓർമ്മ വന്നു. ഇതുകൂടാതെ വേറെയും കുറേ ഫുഡ് വെയർസ് ഉണ്ട്, പക്ഷേ നോക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. അത് എങ്ങനെ ഞാൻ ഓടിച്ച് കാണിക്കാൻ, നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തൊന്ന് കണ്ട് നോക്കിയാൽ മതി. ഫുഡ് വെയർസ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടത് പിന്നെ ഇന്നർ വെയറിൻ്റെ ഈ സെക്ഷനിലാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇപ്പോൾ നല്ല ഓഫറിൽ കിട്ടുന്നതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് അരിച്ച് പെറുക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ നല്ലൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ വില കൂടിയ നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്ത്സ് എല്ലാവരും വാങ്ങും, പക്ഷേ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഇന്നർ വെയർസ് വാങ്ങുമ്പോഴേക്കും ആ പറഞ്ഞ ക്വാളിറ്റി ശ്രദ്ധിക്കാതെ കുറേ പേര് പോകും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിന് നല്ല ഇന്നർ വെയർസും വാങ്ങി ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഏരിയസിൽ നല്ല ക്ലോത്ത്സ് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വെസ്റ്റ് സൈഡിൻ്റെ ആരാധകർക്ക് ഇതെന്തായാലും ജിങ്കാലാല ഓഫറാണ്, എന്തായാലും എൻജോയ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഓഫേഴ്സും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ പോസിറ്റീവ് നോക്കിയാൽ മതി. ഇവിടെ പിന്നെ പാട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് മൊത്തത്തിൽ സംസാരിച്ച് വീഡിയോ ചെയ്യാൻ പറ്റാൻ കേട്ടോ. വെട്ടമുള്ളപ്പോൾ കയറിയാൽ ഞാൻ ഇരുട്ടത്താണ് ഇറങ്ങുന്നത്. അപ്പോൾ രാത്രി ഈ വെസ്റ്റ് സൈഡ് കാണാൻ ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയുള്ള ഷോറൂം കേട്ടോ. ഇതിവിടെ മൊത്തം 2 വീലർ പാർക്കിംഗ് സ്പേസ് ആണ്. ഇത് ഇവിടെ ഫുള്ളും, അപ്പുറത്തേക്ക് മൊത്തം കാർ പാർക്കിങ്. പിന്നെ ഇവിടെ 4 എൻട്രൻസ് ഉണ്ട്. ഇത് ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയുടെ സെയിലിലെ വീഡിയോ കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എടുത്ത് നോക്കി കാണാൻ സപ്പോർട്ട് ചെയ്യുക.